ഹർഷെ കുറച്ചു നേരമായിട്ട് കേൾക്കുന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. 2020 NDAയിലേക്ക് പോയിരിക്കുന്നു. എന്നുവെച്ചാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA 2020 കൂട്ടുകെട്ടായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ബിഗ് പ്ലാനിംഗ് ആണ് സാബു എം ജേക്കബും രാജീവ് ചന്ദ്രശേഖറും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ ഒരു വിശദാംശങ്ങൾ? എന്തുകൊണ്ടായിരിക്കാം ഒരു ഇത്തരത്തിലൊരു ചാട്ടം പാർട്ടി തന്നെ സംഗമിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പോകുന്നത്? അല്ല, ഇവിടെ 2020 ഇത്തരത്തിൽ NDAയുമായി ചേരാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ കേൾക്കുമ്പോൾ ബ്രേക്കിംഗ് ആണെങ്കിലും ഇതിന് മുൻപ് തന്നെ നമ്മുടെ ചാനലിൽ തന്നെ അസ്ലഫ് പാറേക്കാടൻ എന്ന് പറഞ്ഞുകൊണ്ട് 2020യുടെ പ്രതിനിധിയായിരുന്ന വ്യക്തി പിന്നീട് 2020യിൽ നിന്നും പിണങ്ങി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നേഷൻ ഫസ്റ്റിന് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് NDAയുമായി ഈ പറഞ്ഞ 2020 സഖ്യം ചേരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നത് പോലും. പക്ഷേ പിന്നീട് ഈ പറയുന്നത് പോലെ സാബു ജേക്കബുമായി സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അല്ലെങ്കിൽ 2020യുടെ പല നേതാക്കന്മാരും പറഞ്ഞത് അസ്ലഫ് പാറേക്കാടൻ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളൊന്നുമല്ല, 2020 അങ്ങനെയൊന്നും BJPയുമായിട്ട് ചേരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതെല്ലാം എഴുതി തള്ളിക്കൊണ്ട് അസ്ലഫ് പാറേക്കാടൻ അന്ന് പറഞ്ഞതുപോലെ 2020 NDAയിലേക്ക് ചേർന്നിരിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല, കാരണം ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സാബു ജേക്കബിന് ഒരു നിലപാടില്ലേ? അയാള് ഈ ഒരു 2020 പാർട്ടി രൂപീകരിക്കുന്ന ആ ഒരു സമയമൊക്കെ നമുക്കറിയാം. UDFുമായിട്ടും LDFുമായിട്ടും കൃത്യമായിട്ട് വിരോധമുണ്ടായ ഒരു പാർട്ടിയായിരുന്നു 2020 എന്ന് പറയുന്നത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകളാണെങ്കിലും ഇലക്ഷൻ സംഘടനകളാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ഷൻ സംബന്ധിച്ചുള്ള പ്രചരണങ്ങളാണെങ്കിലും അതിലൊക്കെ കൃത്യമായി ഒരു വിരോധം കാണുന്നുണ്ടായിരുന്നു. ഈ ശത്രുക്കളുടെ ശത്രു മിത്രം എന്ന രീതിയിലേക്ക് 2020 NDAയിലേക്ക് സംഗമിക്കുന്ന ഒരു രീതിയിൽ ഇവരുടെ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFും കോൺഗ്രസും നാടിനെ മുടിക്കുകയാണ് ചെയ്യുന്നത്. അതെ, സാബു ജേക്കബ് കൃത്യമായി പറയുന്നുണ്ട് അത്. ഇത്തരത്തിൽ എല്ലാ മുന്നണികളും കൂടി തനിക്കെതിരെ നിന്നപ്പോൾ തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തനിക്ക് തോൽവികൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അത്ര പോലും സീറ്റ് ഇപ്രാവശ്യം ലഭിക്കാതെ പോയി എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് NDAയിലേക്ക് നീങ്ങുക എന്നുള്ളത്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് കൃത്യമായി രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ അറിയുന്നതും കച്ചവടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയെ വിറ്റു എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. ഇതിനു മുൻപ് ഈ പറയുന്നത് പോലെ കിഴക്കമ്പലം പോലെയുള്ള ഇടങ്ങളിൽ ഇത്തരത്തിൽ 2020 വലിയ രീതിയിൽ വേരുറപ്പിച്ചപ്പോൾ സാധാരണ ജനങ്ങൾക്ക് സൗജന്യമായി അല്ലെങ്കിൽ വലിയ വിലക്കുറവിലൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ വെച്ചുകൊണ്ട് വലിയ രീതിയിൽ സാധനങ്ങൾ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിലക്കയറ്റം മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വീടുകളിൽ കിറ്റ് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വില കുറവിൽ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള തന്ത്രം കൃത്യമായി പയറ്റിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പതിയെ കിറ്റുകൾ നിർത്തലാക്കി. എന്തിനീ സാധാരണക്കാർക്ക് ഞാൻ കിറ്റ് കൊടുക്കുന്നു, അങ്ങനെ ഇപ്പോൾ എനിക്ക് ആരും വോട്ട് ചെയ്യേണ്ട എന്ന് അവർ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം MM മണി പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്ന പെൻഷൻ വാങ്ങി നക്കിയിട്ട് ഞങ്ങൾക്ക് നന്ദികേട് കാണിച്ചു. അതേ പ്രസ്താവന തന്നെയാണ് അന്ന് ഈ പറയുന്ന സാബു ജേക്കബ് പറഞ്ഞതും. അവരുടെ വോട്ട് കിട്ടി, ഇനി വേണമെങ്കിൽ നമ്മൾ കൊടുക്കലൊക്കെ നിർത്താം, ഇനിയിപ്പോൾ നമ്മുടെ കിറ്റ് വാങ്ങി നക്കിയവർ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും പോയിരിക്കുന്ന പാർട്ടി വളരെ മികച്ച ഒരു തലങ്ങളിലേക്കാണ് അയാൾ എത്തിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊതുവെ നമ്മൾ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ നിയമസഭയാണെങ്കിലും തദ്ദേശത്തിൽ കാണുന്നതിനെക്കാട്ടിലും നിയമസഭ അടുക്കുന്ന സമയത്തേക്ക് ആളുകൾ പാർട്ടി മാറുന്നതും അല്ലെങ്കിൽ ഇത്ര കാലങ്ങളായിട്ട് പരിഗണനകൾ കിട്ടാത്ത ആൾക്കാർ അല്ലെങ്കിൽ സീറ്റ് അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രതീക്ഷിക്കുന്ന സീറ്റോ സ്ഥാനമാനങ്ങളോ കിട്ടുന്നില്ലെന്ന് ഉറപ്പുള്ള ആൾക്കാർ പാർട്ടി മാറുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അതിന്റെ അപ്പുറത്തേക്കും ഈ 2020യുടെ നിലപാടുകൾ പലപ്പോഴും ഒരു അടിയുറപ്പില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇവര് ഇപ്പൊ ഇങ്ങനെ പറയും അപ്പൊ അങ്ങനെ പറയും. ഈ പറയുന്ന രീതിയിൽ 2020യുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാണ് പല മണ്ഡലങ്ങളിലും LDFന് അല്ലെങ്കിൽ അരിവാൾ ചുറ്റികയ്ക്ക് തങ്ങളോട് മത്സരിക്കാൻ വളരെ ഭയമാണ്. അപ്പോ ഞങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥിയില്ല. ഇങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ നടത്തി എന്നിട്ട് അവസാനം പറയുകയാണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു രീതിയിൽ പോരാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 24ഓളം പാർട്ടികളാണ് അല്ലെങ്കിൽ 20ഓളം പാർട്ടികളാണ് തങ്ങൾക്കെതിരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പൊ ഒരു സംഘടന ഉണ്ടാക്കിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു സംഘകക്ഷി ചേർന്നേ പറ്റുള്ളൂ. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് NDA ആണ്. അത് വളരെ മികച്ച ഒരു തീരുമാനമാണ് സാബു ജേക്കബ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖറിനെ നമുക്കറിയാം. അദ്ദേഹം എല്ലാം കാണുന്നത് ഒരു ബിസിനസ്സുകാരന്റെ അല്ലെങ്കിൽ ഒരു ആ കോപ്പറേറ്റീവ് മൈൻഡിലാണ് അദ്ദേഹം കാണുന്നത്. ഇപ്പോൾ സാബു ജേക്കബ് കൃത്യമായി ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു വ്യവസായിയാണെന്ന് തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്താഗതിയും അത് തന്നെയാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് 14 വർഷത്തെ കഷ്ടപ്പാടാണ് 2020 ഇത്തരത്തിലൊരു കേരളത്തിലെ വളർച്ചയിലേക്ക് എത്തിച്ചത്. വളർന്നുമില്ല നമുക്ക് പറയാൻ സാധിക്കില്ല. പൊതുജനങ്ങൾക്കിടയിൽ 2020 എന്നൊരു പാർട്ടിയോടൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. NDAയുമായി
ചേരുമെന്നുള്ളത് ഇതിനു മുൻപ് തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്ന വാർത്തകളാണ്. അതിനുശേഷം ഇപ്പോൾ അതിനെ അർത്ഥവത്താക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് ബി ജെ പി എന്ന് ചോദിച്ചാൽ ഇത്തിൽ കണ്ണി ആയിക്കൊണ്ട് ബി ജെ പിയുടെ വളർച്ചയോടൊപ്പം വളരാമെന്നുള്ള 2020 കൃത്യമായ നീക്കം തന്നെയാണ് ഇത് നമുക്ക് പറയേണ്ടി വരും. രണ്ടുപേരുടെയും ആശയങ്ങൾ ഒന്ന് തന്നെയാണ്. രണ്ടുപേരും ഇപ്പോൾ ഈ പറയുന്നത് പോലെ സാധാരണ അധികം കഴിവില്ലാത്ത സാധാരണപ്പെട്ട വീടുകളിലേക്ക് കിറ്റ് കൊടുക്കുന്ന ഒരു നിലയിലേക്ക് ഈ പറഞ്ഞ 2020 മാറിയപ്പോൾ കിറ്റിന് ആവശ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വീട്ടിലേക്ക് സാധനങ്ങൾ ആവശ്യമുള്ള ആളുകൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട റെസിപ്റ്റ് ഫോം ഒക്കെ വീട്ടിൽ കൊടുക്കുമ്പോൾ അവർ അതിനകത്തൊരു കോളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ജാതി എന്താണ്, മതം എന്താണ് എന്നുള്ളത്. കൃത്യമായി ഇത്തരത്തിൽ സാധാരണക്കാരെ സഹായിക്കുന്ന ജാതിയും മതവും നോക്കി സഹായിക്കേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അവിടെ ബി ജെ പിയുടെ അതേ ആശയം തന്നെയാണ് ഇവരും ഇവിടെ വരച്ചു കാട്ടുന്നത്, സാബു ജേക്കബും വരച്ചു കാട്ടുന്നത് എന്നുള്ളത് തുറന്നു കാണിക്കുന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് ആ ഒരു സ്ലിപ്പ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വർഷങ്ങളായി ഇത്തരത്തിൽ വളരാൻ ശ്രമിച്ചു. LDF-നോടും UDF-നോടും അല്ലാതെ, അതായത് ഇടതും വലതും മാറി മാറി ഭരിക്കുമ്പോൾ ഒരു പുതിയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ 2020 പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളയ്ക്കുന്നു. അതിന് പിന്നാലെ NDA വരുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ NDAയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം. എന്തായാലും BJPക്ക് ഇതൊരു ലെക്കാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് വലിയൊരു നേട്ടമൊന്നും തദ്ദേശത്തിൽ 2020ക്ക് നേടാൻ കഴിയാത്തിടത്തോളം BJPയുടെ കൂടെ 2020 ഉണ്ട്, അല്ലെങ്കിൽ NDAയുടെ കൂടെ 2020 ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വലിയൊരു മികച്ച വളർച്ചയോ അല്ലെങ്കിൽ മികച്ച നേട്ടമോ ഒന്നും തന്നെ കൊയ്യാനുള്ള ഒരു സാഹചര്യം ഒന്നും കാണുന്നില്ല എന്നുള്ളത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ BJP ഒരു ഓളം അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് വർക്ക് എടുത്തിട്ടുള്ള ഒരു ഓളം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും അതിൻ്റെതായ 2ാം സ്ഥാനത്തേക്ക് വരിക, അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക, നിയമസഭയിലേക്ക് എത്തുക, അങ്ങനെ ലക്ഷ്യം വെച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഈ സ്റ്റാർ വാല്യൂ അതിൻ്റെ അപ്പുറത്തേക്കും കൃത്യമായ ആ മണ്ഡലങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു പോകുന്ന BJPക്ക് ഈ 2020 കൂട്ടുകെട്ടിലേക്ക് വരുന്ന സമയത്ത് നിയമസഭാ സീറ്റ് തന്നെ ആയിരിക്കും വാഗ്ദാനം ചെയ്യുന്നത്. മണ്ഡലങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ പരസ്പരം ഈ പറയുന്ന ജയിക്കുന്ന സമയത്ത് ഭൂരിപക്ഷം കൂടുതലുണ്ട്, എന്തെങ്കിലും കുറച്ച് സീറ്റുകളൊക്കെ ഇവർ പിടിച്ചെടുക്കാതിരിക്കില്ല. അപ്പൊ ആ നിയമസഭാ മണ്ഡലങ്ങൾ പ്രകാരം നിയമസഭയിലേക്ക് എത്തുക. അപ്പോൾ 2020യുടെ ഭാഗത്ത് നിന്നും ഇത്ര ആൾക്കാരെ എത്തിക്കാം, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ അവിടെ ഉണ്ടാകും എന്ന ഉറപ്പ് തന്നെയായിരിക്കും ഈ BJPയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്. അത് തന്നെയാണ് സാബുവും ജേക്കബിനും ആവശ്യമായിട്ടുള്ളത്. പുള്ളി പറയുന്നുണ്ട് കൃത്യമായിട്ട്, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ പറയുന്ന നിയമസഭയിൽ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, നമ്മളെ പേടിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷെ ഈ ആശയങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാബുവും ജേക്കബും ഒന്ന് ആലോചിക്കണം, നിങ്ങൾ കിറ്റ് കൊടുത്ത് മയക്കിയെടുക്കാൻ പറ്റുന്ന ജനങ്ങളൊന്നും അല്ല. കാരണം അത് നമ്മൾ ശ്രമിച്ചൊന്ന് പയറ്റി മാറിപ്പോയതാണ് പിണറായി സഖാവ്. അതുകൊണ്ട് CPM-ന്റെ കിറ്റ് കൊടുക്കൽ തന്ത്രം 2020യിലൂടെ BJPയും ചെയ്യാൻ അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നടത്താൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷം നിയമസഭയിൽ CPM എങ്ങനെയാണോ വീണ്ടും തുടർഭരണം ഉറപ്പിച്ചത്, അതേ നിലയിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഈ ഒരു കിറ്റുകൾ സഹായിക്കുമോ, അല്ലെങ്കിൽ 2020യുടെ ഈ ഒരു കിറ്റ് ദാനം സഹായിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും എറണാകുളം ജില്ലയിൽ ഈ പറയുന്നത് പോലെ കിഴക്കമ്പലം എന്നൊരു പഞ്ചായത്തിൽ മാത്രം മുളയിട്ട് തുടങ്ങിയ 2020 പിന്നീട് കേരളം ഒട്ടാകെ നിർണായകമായ ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട്. അത് BJPയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ NDAയിലേക്ക് പോയപ്പോൾ NDAക്ക് ഇനി എന്ത് നേട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ കൊണ്ടുണ്ടാകാൻ പോകുന്നത്? കോൺഗ്രസിനെ LDF-നെയൊക്കെ സംബന്ധിച്ച് 2020 ഒരു മികച്ച വലിയൊരു എതിർകക്ഷിയോ പാർട്ടിയോ ഒന്നുമല്ല. അവർ പലപ്പോഴും ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ BJPയെ പോലും വലിയൊരു പ്രതിപക്ഷമായിട്ട് ഈ പറയുന്ന പാർട്ടികൾ കാണുന്നില്ല എന്നുള്ള സത്യാവസ്ഥയുണ്ട്. അപ്പൊ അവരുടെ വളർച്ചയെ അല്ലെങ്കിൽ വളരുന്നുണ്ടെന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്രതിപക്ഷമായിട്ട് അങ്ങനെ അവർ കണക്കാക്കുന്ന കൂടിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് 2020യെ UDF-ഉം LDF-ഉം ഒക്കെ പേടിക്കുന്നെന്ന് സാബുവും ജേക്കബും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമമുണ്ട്. പല സ്ഥലങ്ങളിലും നിന്നും നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സീറ്റുകൾ എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു വൻ ഭൂരിപക്ഷത്തേക്ക് 2020 ഇതുവരെ വളർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പൊ പോകുന്ന സമയത്താണെങ്കിലും പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. കാലങ്ങളായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ സംഗമിക്കുന്നു. അതാണ് ഇപ്പൊ നിലവിൽ നടന്നിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടായിരിക്കാം എന്താണ് ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖർ 2020ക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസുകൾ, എന്തൊക്കെയാണ് ആ കരാറുകൾ എന്നൊക്കെ ഉള്ളത് നിയമസഭാ ഇലക്ഷനുമായോട് ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.